ഗംഗ വീട്ടിൽ പോയതല്ലേ? എന്നും ഗംഗയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതെന്താ മാള് മനസ്സിലാക്കാത്തത്? എനിക്ക് എല്ലാം മനസ്സിലായി. മഹി തന്നെയല്ലേ ഗംഗ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നോട് കള്ളം പറയുവല്ലേ. മഹി പോയി ഗംഗ തിരിച്ചു വിളിച്ചോണ്ട് വാ. അല്ലാതെ ഞാൻ കഴിക്കില്ല. കഴിക്കും മോളെ, പ്ലീസ്. ഇല്ല, ഞാൻ കഴിക്കില്ല. ഗംഗയെ തിരികെ വിളിക്കും മഹിയേട്ട. മാളുവിന്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവളെ ഇങ്ങനെ കരയിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാ? മഹിയേട്ട ഗംഗയെ വിളിക്കേ. ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? താരാട്ട് പാട്ട്. എനിക്കറിയാം മാളുന് എന്നെ ഇഷ്ടാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ തരുന്നൊക്കെ മാള് സന്തോഷത്തോടെ വാങ്ങുന്നത്. എനിക്ക് മാളുവിനെ ഒരുപാട് ഇഷ്ടം. ഗംഗേ, നീ എന്താ ആലോചിച്ച് നിൽക്ക? ഒന്നുമില്ല മുത്തശ്ശി. ഭക്ഷണം കഴിക്കാൻ വാ. എനിക്കിപ്പോ വേണ്ട. ഈ പ്രായത്തിൽ വയറ് കായാൻ പാടില്ല. വന്ന് കഴിക്ക് ഗംഗേ. ഇപ്പൊ വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇവളെ ഒന്ന് നേർവഴിക്കാക്കണേ എന്റെ മഹാദേവ. മാളു എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്തോ? നീ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും മഹി? കുട്ടികളുടെ വാശികളെ നമുക്കങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാളു ഇങ്ങനെ നിർത്താതെ കരഞ്ഞ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? എന്ത് ചെയ്യാൻ? കരഞ്ഞു മടുക്കുമ്പോ തനിയെ നിർത്തിക്കോളും. എന്നാലും മാള് കരയുന്നത് കാണുമ്പോ സങ്കടം വരും. അത് ശരിയാ. പക്ഷേ അതിന്റെ പേരിൽ ഗംഗയെ തിരിച്ചു വിളിക്കാനൊന്നും പറ്റില്ല. പോലെ ഗംഗ, പോലെ ഗംഗ, പോലെ എന്റെ അടുത്ത് വാ ഗംഗ. എനിക്ക് ഗംഗ കാണണം. അമ്മ, അമ്മ, ഗംഗ, ഗംഗ കാണണം. അയ്യോ, മോള് പനിച്ചു വരയ്ക്കാണല്ലോ. മാളു, ദേ അമ്മ അടുത്ത് തന്നെ ഉണ്ട്. അമ്മ അറിയാതെ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ എനിക്ക് എന്റെ മോളെ തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. ആർക്കും ഒരു ശല്യമാകാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. എങ്കിൽ സത്യം ചെയ്യ്.
അയ്യോ ഈശ്വര, എന്തൊരവസ്ഥ ഇത്! ഞാനിപ്പോ എന്താ ചെയ്യാ? ഗംഗ മോളെ പേടിക്കണ്ട, അമ്മ അടുത്ത് തന്നെ ഉണ്ട്. ഗംഗ പോവല്ല ഗംഗ. മാളുവിന് വയ്യാതായിട്ട് എന്താ ആരും ഒന്നും അറിയാത്തത്? മഹിയേട്ടൻ എന്താ മോളെ വന്ന് നോക്കാത്തത്? ഒരുറക്കം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ മാളുവിന്റെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്ക് പറഞ്ഞു നോക്കാം. എന്നാലും മാളുവിന് വാശി ഇത്തിരി കൂടുതലാ. ഇന്നലെ അവളൊന്നും കഴിച്ചില്ലല്ലോ അമ്മേ. ഇന്നുകൂടി കഴിക്കാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ മാളുവിനെ വന്ന് നോക്കാൻ ഇവരോട് പറയും? ശ്ശോ, മാളുവിന് വയ്യെന്ന് ഇവരെ എങ്ങനെ അറിയിക്കാൻ പറ്റും? മഹിയേട്ടാ, ഒന്ന് മാളുവിനെ മുറിയിലേക്ക് വന്ന് നോക്കാവോ? ആഹാരം നമുക്ക് മാളുവിന്റെ മുറിയിൽ വെച്ചേക്കാം. വിശക്കുമ്പോ കഴിച്ചോളും. മഹിയേട്ടാ, മാളുവിനോട് പറയാതെ അങ്ങനെ കൊണ്ട് വെച്ചാലേ അതെല്ലാം ആള് തട്ടിക്കളയും, അതുറപ്പാ. ഇപ്പോഴൊന്നും മാളുവിന്റെ മുറിയിലേക്ക് വരില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോളെ, മോളെ, അമ്മ വിളിച്ചിട്ട് ആരും വരുന്നില്ലല്ലോ മോളെ. അയ്യോ മോളെ, എന്താ ഇപ്പൊ ചെയ്യാ? മാളുവിന്റെ മുറിന്നാണല്ലോ അമ്മ ശബ്ദം കേട്ടത്. അതേ മഹിയേട്ടാ, മാളുവിന്റെ മുറിയിൽ നിന്ന് തന്നെയാ. അയ്യോ മോനെ, ഗംഗ അയ്യോ, ആ കുട്ടിപ്പിശാചെ എന്തോ താഴെയിട്ട് പൊട്ടിച്ചെന്ന് തോന്നും. നീ വാ. മഹിയേട്ടാ, മഹിയേട്ടാ ഒന്ന് വേഗം വാ. മഹിയേട്ടാ, മഹിയേട്ടാ, ദേ മോള്. മഹിയേട്ടാ, ദേ മോള് നോക്ക്. മഹിയേട്ടാ, മഹിയേട്ടാ, അവക്ക് നല്ല പനിയുണ്ട്. മഹിയേട്ടാ നോക്ക്. മാളു, മോളെ, മാളു, മാളു. ഗംഗ കാണണം. ഗംഗ മോളെ, മോളെ, അമ്മേ, പൊള്ളുന്ന പനിയാ. അയ്യോ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഗംഗ മാളു, എനിക്ക് ഗംഗ കാണണം. മോളെ, വേഗം വാ. മാളു. ഗംഗ കാണണം. അമ്മേ, ഡോർ തുറക്ക്. കേറിയിരിക്കെ. വേഗം, വേഗം മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കും മഹിയേട്ടാ. എന്റെ മാളുവിന് ഒരാപത്തും ഉണ്ടാവരുതേ. ഗംഗ ഗംഗ ഗംഗയോട് വരാൻ പറ. ഗംഗ ഇപ്പം വരും കേട്ടോ.
അതുകൊണ്ട് ഗംഗ ഗംഗ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ആരാണ് ഗംഗ? മാളുനെ നോക്കിക്കൊണ്ടിരുന്ന കുട്ടിയാ. ആ കുട്ടിയെ എത്രയും വേഗം തിരിച്ചുകൊണ്ടുവരണം. ആ കുട്ടിയെ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗംഗ ഇവിടെ ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കുക. കുഞ്ഞ് ഗംഗയെ മിസ് ചെയ്തതിന്റെ സങ്കടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഗംഗയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിൻ. തൽക്കാലം ടെമ്പറേച്ചർ കുറയാൻ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ശ്രേയ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. മഹി എന്താ മോളെ ഒന്നും പറയാതെ പോയിരുന്നത്? അറിയില്ല അമ്മേ. ഇനി ആ നാശത്തിനും പോയി തിരിച്ചു വിളിച്ചോണ്ട് വരുന്ന എന്റെ പേടി. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് മാളുനെ കൊണ്ടുപോകാൻ മഹിയോട് പറഞ്ഞാലോ? എന്തിന്? ഇവിടുത്തെ ഡോക്ടർക്ക് ഒരു വിവരവും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്താൽ മാറാത്ത അസുഖമുണ്ടോ? ആ ഗംഗ ഇറങ്ങിപ്പോയപ്പോ വല്ല പാണ്ടിലോറി ഇടിച്ച് ചത്തുപോയെങ്കിൽ അയാൾ എങ്ങനെ മാളുന്റെ അസുഖം മാറ്റും? മഹിയേട്ടന്റെ മുമ്പിൽ ചെന്ന് നമുക്കിത് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയും തെറ്റും കണ്ടുപിടിക്കാനുള്ള സമയം അല്ലേ ഇതമ്മേ. ഡോക്ടർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മഹിയേട്ടൻ ഗംഗയെ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ തടയാന്നുള്ള വഴി ആലോചിക്ക്. ഒരു വിധത്തിൽ അവളെ ഒന്ന് പുറത്താക്കിയത് ഇനി തിരിച്ചു വിളിക്കേണ്ടി വന്ന നാണക്കേടാവുമല്ലോ. അങ്ങനെ സംഭവിക്കരുത്. അത് തടഞ്ഞേ പറ്റൂ. അമ്മ ദേവേന്റെ ഒന്ന് സംസാരിക്ക്. അവളെ തിരിച്ചു വിളിക്കരുതെന്ന് പറയണം. വിളിച്ച കൈലാസത്തിലെ ദേവയാനി ഒന്നും അല്ലാതായി പോകുന്ന വിശ്വസിപ്പിക്കണം. ഞാൻ പറയാം. എവിടെ ഞങ്ങളുടെ കുഞ്ഞെവിടെ? നീയൊക്കെ കൂടി കുഞ്ഞിനെ നോക്കി നോക്കി ഐസിയുലാക്കിയല്ലേ? എന്റെ മോളെ കൊന്നതുപോലെ ആ കുഞ്ഞിനെ നീ കൊല്ലൂ? ഇത് ഹോസ്പിറ്റലാ. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? അതിന് സമ്മതിക്കാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് മറന്നുപോയോ? എന്നിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നുണ്ടോ? ഇത് കുഞ്ഞിനൊരു പനി വന്നതാ. അതിന് നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, പനി വന്ന ഉടനെ കുഞ്ഞിനെ ഐസിയുലാണല്ലോ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. ഇതിനെല്ലാം നിങ്ങളും മറുപടി പറയേണ്ടി വരും. ആ, ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. നിങ്ങളോടൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ദാ ഇവൻ വേണം പറയാൻ. ഞങ്ങളുടെ കുഞ്ഞിന് ആ വീട്ടിൽ ഒരു സുരക്ഷിതത്വം ഇല്ല. വേറെ കല്യാണം കഴിക്കാൻ നടക്കുന്ന ഒരുത്തന്നെ എവിടെയാ? ആദ്യ ഭാര്യയുടെ കുഞ്ഞിനെ നോക്കാൻ സമയം. ഞങ്ങളെ അടിച്ചൊതുക്കാനുള്ള കൈയൊക്കെ നിനക്കുണ്ടാവും. പക്ഷേ കുഞ്ഞിനെ നിയമപരമായി ഞങ്ങളുടേതാക്കാൻ ഞങ്ങൾക്കറിയാം. നീ കണ്ടോ? ഇതിനെല്ലാം നീ അനുഭവിക്കും. മാളൂനെ ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. വാടാ. മഹി,
ആഹാ, മഹിയോ? മുത്തശ്ശി ഗംഗയൊന്ന് വിളിക്കാവോ? ഗംഗയോ? അവളിവിടെ ഇല്ലല്ലോ. അവളും മഹിയുടെ വീട്ടിലല്ലേ? അല്ല, ഗംഗ ഇങ്ങോട്ട് തിരിച്ചു വന്നിരുന്നു. ആണോ? എന്നിട്ട് അവൾ ഇവിടെ എത്തിയോ അതോ വഴിതെറ്റി എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നോ? അച്ഛനും അമ്മയും ആരുമില്ലാത്ത കുട്ടിയാ. അതിനെ ആ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി ചേർന്ന് ഇറക്കി വിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അന്വേഷിച്ചു വന്നത്? മുത്തശ്ശി പറഞ്ഞതെല്ലാം ശരിയാണ്. എല്ലാം എന്റെ തെറ്റാ. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഞാൻ വേണമെങ്കിൽ ഗംഗയോട് ക്ഷമ ചോദിക്കാം. അയ്യോ, മഹേട്ടാ. ഗംഗ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മഹിയേട്ടാ. ക്ഷമ പറയാൻ മഹിയേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മഹിയേട്ടന് ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നും എനിക്കറിയാം. മാളു ഗംഗയെ കാണാതെ വലിയ വിഷമത്തിലാ. ഗംഗ പോയതിൽ പിന്നെ മാളു ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. രാവിലെ മാളുവിന് വയ്യാതായി. പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പോ മാളു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയ്യോ, പാതി മയക്കത്തിലും അവള് ഗംഗയാണ് അന്വേഷിക്കുന്നത്. അയ്യോ, ശ്രീ മഹേശ്വര, മാളുവിനൊന്നും പറ്റാതെ രക്ഷിക്കണേ. അവിടുന്ന് വന്നതിൽ പിന്നെ ഇവളും ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും എന്റെ മാളു, എന്റെ മഹിയേട്ടൻ എന്നും പറഞ്ഞിരിപ്പ. മുത്തശ്ശി, ഗംഗയെ എന്റെ ഒപ്പം തിരിച്ചയക്കണം. ഇനി ഒരു സങ്കടവും ഗംഗയ്ക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട മഹി. എത്രയൊക്കെ ആയാലും ഗംഗ അവിടെ അധികപ്പറ്റായിരിക്കും. ഇനിയും അവൾ അവിടെ വന്ന് നാണം കെടാൻ ഞാൻ സമ്മതിക്കില്ല. മോൻ തിരിച്ചു പൊയ്ക്കോ, അതാ നല്ലത്. മാളുവിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യ. അതാ ഞാൻ വന്നത്. ഗംഗയോട് ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നറിയാം. അതുകൊണ്ടാ എനിക്കിപ്പോ തിരിച്ചു വരേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കാൻ ഗംഗയ്ക്ക് സാധിക്കുമെങ്കിൽ മാളുവിന് വേണ്ടി ഗംഗ വരണം. ഞാൻ 5 മിനിറ്റ് വണ്ടിയിലിരിക്കും. ഗംഗ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും. പക്ഷേ ഗംഗ വരുമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. ഇല്ല, അവള് വരില്ല. ഗംഗ അകത്ത് പോ. മുത്തശ്ശി, ഞാൻ അകത്ത് പോകാൻ. വാ ഇങ്ങോട്ട്. മുത്തശ്ശി, ഞാൻ പറഞ്ഞോട്ടെ. വരാനല്ലേ പറഞ്ഞത്? മുത്തശ്ശി, ഇങ്ങോട്ട് വാ. അയ്യോ,